ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ സ്പേസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, സുഖമായിട്ടിരിക്കൂ. ആൻഡ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം, യു ആർ അലൗഡ് ടു ടേക്ക് യുവർ ടൈം. ഓക്കെ, അപ്പോൾ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ വരുന്നത് January 17th ആണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇയർ മീൻസ് 2025 23 ഇയേഴ്സ് ആയപ്പം ഐ ഫീൽ വെരി ബാഡ്. എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ, അയ്യോ എനിക്ക് വയസ്സ് കൂടിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ ഈ 23 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്താ ഭയങ്കരമായിട്ടും ഒരു ടെൻഷനായിരുന്നു. അയ്യോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള തോന്നി. ആ സമയത്ത് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബിസി ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷെ എന്നാൽ പോലും മൈൻഡിലൊരു ചിന്ത, അയ്യോ വയസ്സായി പോയി, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ. അപ്പോഴാണ് എൻ്റെ റൂംമേറ്റ്സ് വന്നിട്ട് എന്നെങ്കിൽ കുറച്ചും കൂടെ ഓൾഡറാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത്രയും വയസ്സായി, അങ്ങനെ നമ്മുടെ ഒരു ഫിക്സഡ് ടൈം ലൈൻ ഇല്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, നമ്മുടെ സൊസൈറ്റി ഇപ്പം കേരളം എനിക്ക് മറ്റുള്ള സംസ്ഥാനത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കാം. സൊസൈറ്റിയിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ 23 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ആവണം, നമ്മൾ ഒരു 25-നുള്ളിൽ നമ്മളൊരു ജോബൊക്കെ സെറ്റ് ആക്കണം, അതിനുശേഷം എനിക്ക് തോന്നുന്നു എറൗണ്ട് ഒരു 30 ആകുമ്പോഴത്തേക്കും നമ്മുടെ മാരേജൊക്കെ കഴിയണം, അതിനുശേഷം നമ്മളൊരു വീടൊക്കെ സെറ്റാക്കണം, കാറൊക്കെ മേടിക്കണം, അങ്ങനെ പിന്നെ കുട്ടികൾ, അങ്ങനെയുള്ള ഒരു ഫിക്സഡ് ടൈം ലൈൻ നമ്മുടെ സൊസൈറ്റി നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നു. അതിൻ്റെ പ്രഷർ ഒരുപാട് പേർക്കുണ്ട്. അതെനിക്കറിയാം. പ്രഷർ ചിലപ്പോൾ എനിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ടെൻഷനായത്. ഓക്കെ, ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ലൈഫ് ഈസ് നോട്ട് എ റേസ്. ഓക്കെ, നമ്മൾ ഓട്ട മത്സരത്തിൽ നമ്മൾ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ആ ഒരു പാർക്ക് ചെയ്തേക്കുന്ന അവിടെ നമ്മൾ ഫസ്റ്റ് എത്തണം, എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റേസ്, ദർ ഈസ് നോ ഫിക്സഡ് ടൈം ലൈൻ. ഓക്കെ, നമ്മൾ ഇന്ന ടൈം ലൈനിനുള്ളിൽ നമ്മളത് പൂർത്തിയാക്കണം, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ടേക്ക് യുവർ ടൈം. ഓക്കെ, നിങ്ങൾക്ക് നമുക്ക് മിക്ക കാര്യങ്ങളും ടൈം വേണം. ഓക്കെ, ചെയ്യാനായിട്ട് വേണമെങ്കിൽ. ഓക്കെ, അപ്പം നമ്മുടെ ടൈം എടുക്കുക. ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. അതിൻ്റെ അർത്ഥം നമ്മൾ പിറകിലാണെന്നോ നമ്മളൊന്നും ചെയ്യുന്നില്ല ഒന്നും അല്ല. ചിലപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം വേണം. നമ്മൾ ഒന്ന് നന്നായിട്ട് ആലോചിക്കണം, നമ്മൾ അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് യുവർ ടൈം. ചില സമയത്ത് നമുക്കൊരു വെക്കേഷൻ ആയിരിക്കണം ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇരുന്ന് ഒന്ന് ചിന്തിക്കണം, നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈം ആവശ്യമാണ്. സോ ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് യുവർ ടൈം. നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ളവരും നമ്മുടെ റിലേറ്റീവ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ക്ലാസ്മേറ്റ്സ്, അവരൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മളെങ്കിൽ ഒരുപാട് മുന്നില്ലെന്ന് നമുക്ക് തോന്നുമായിരിക്കാം. ഓക്കെ, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരാം. അങ്ങനൊരു തോന്നലിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് യുവർ ടൈം. ആൻഡ് ഇപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു സമയത്ത് ആരും അത് പറയാനില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പറയുക, യു ആർ ഡൂയിങ് വെൽ ആൻഡ് യു ആർ ഇനഫ്. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ ബീങ് ദെയർ. ടേക്ക് യുവർ ടൈം. ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് enjoy. Okay.